ഹായ് മക്കൾസ്, അറക്കലാണ്. ഫംഗൽ ഡിസീസിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം. അതായത് രണ്ട് ഫംഗൽ ഡിസീസാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഒന്ന് റിംഗ് വേം, രണ്ട് കാൻഡിഡിയാസിസ്. റിംഗ് വേം മീൻസ് വട്ടച്ചൊറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും, ഒരു പക്ഷേ എനിക്കുണ്ടായിരുന്നു വട്ടച്ചൊറി അഥവാ റിംഗ് വേം. പിന്നെ രണ്ടാമത്തേതാണിത് കാൻഡിഡിയാസിസ്. ഇത് രണ്ടും ഫംഗൽ ഡിസീസാണ്. അതിൽ ഒന്നാമത്തേത് റിംഗ് വേം, വട്ടച്ചൊറി. വട്ടച്ചൊറി എങ്ങനെയാണ് പകരാന്ന് ചോദിച്ചാൽ, ഒന്ന് രോഗം ബാധിച്ചവരിലൂടെ എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരും ത്രൂ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. ഇപ്പം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഒരാളങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഓനക്കും അതുണ്ടാവും. പിന്നെ രണ്ടാമത്തേത് കോണ്ടാക്റ്റിലൂടെ പകരും. മൂന്നാമത്തേത് കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ് ആൻഡ് ഫ്രം അനിമൽസ്. കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ് അതായത് മലിനമായ വസ്തുക്കളുടെയും എന്ത് പകരാം, വട്ടച്ചൊറി പകരാം. പിന്നെ ത്രൂ അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളിലൂടെയും എന്ത് പകരാം, വട്ടച്ചൊറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരാം. ഇനി വട്ടച്ചൊറി ഒരാൾക്ക് ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതേപോലെ വട്ടത്തിൽ എന്തുണ്ടാവും, ഒരു ചുവന്ന തിണർപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ തണർപ്പ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. എനിവേ സർക്കുലർ റെഡിഷ് റാഷസ്, വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് പാടുകൾ എന്ന് പറയാം. ഓക്കെ, വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ അഥവാ സർക്കുലർ റെഡിഷ് റാഷസ്. സർക്കുലർ ആയിട്ടുള്ള റെഡ് കളറിലുള്ള ഒരു റാഷസ്, ചുവന്ന നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പാടുകൾ. പിന്നെ ഇച്ചിങ് ഉണ്ടാവും, മീൻസ് ചൊറിച്ചിൽ. ഓക്കെ, എന്തായാലും വട്ടച്ചൊറി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൊറി ഉണ്ടാവും. ഇനി രണ്ടാമത്തേതാണ് ഇത് കാൻഡിഡിയാസിസ്. കാൻഡിഡിയാസിസും ഇതേപോലെ ഒരു ഫംഗൽ ഡിസീസാണ്. ഇതെങ്ങനെ ബാധിക്കാന്ന് ചോദിച്ചാൽ, നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ, അതായത് നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ, ഡയറക്റ്റ് കോണ്ടാക്ട്. രണ്ടാമത്തേത് ത്രൂ ഷെയറിംഗ് ഓഫ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ, വസ്ത്രങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ. വസ്ത്രങ്ങൾ പങ്കുവെച്ചാൽ വട്ടച്ചൊറിയും പകരുട്ടോ, കാൻഡിഡിയാസിസ് മാത്രമല്ല. പിന്നെ ഇതുപോലെ തന്നെ ലൈംഗിക ബന്ധം വഴി അഥവാ ത്രൂ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഒക്കെ എന്ത് പകരാം, കാൻഡിഡിയാസിസ് പകരാം. ഈ കാൻഡിഡിയാസിസ് ഉണ്ടായുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാവിൽ ഇതേപോലെ ഒരു വൈറ്റ് കളർ ഉണ്ടാവും. നാവിൽ പ്രധാനമായിട്ടൊരു വൈറ്റ് കളർ ഉണ്ടാവും. വൈറ്റ് പാച്ചസ് ഇൻ ദ മൗത്തിൽ ഒരു വൈറ്റ് പാച്ചസ് ഉണ്ടാവും. വായിൽ വെളുത്ത പാടുകൾ ഉണ്ടാവും. പിന്നെ വായിലും നല്ല ചൊറിച്ചിലുണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബാധിച്ച ഇടത്ത്, ഏതാണോ ബാധിച്ച ഇടം ആ സ്ഥലത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവും. വട്ടച്ചൊറിന്റെ പോലെ ചെറിയ ചെറിയ ചുവന്ന റെഡിഷ് പാച്ചസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതൊന്നും കൂടാതെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നിറം മങ്ങിയ കട്ടിയുള്ള നഖങ്ങൾ. നമ്മുടെ നഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നിറം കുറയും. അതായത് പെയിൽ കളേർഡ് നെയിൽസ് ഉണ്ടാവും. അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഫംഗൽ ഡിസീസ് രണ്ടെണ്ണമാണ്, റിംഗ് വേമും കാൻഡിഡിയാസിസും. ഓക്കെ, അതിൽ കാൻഡിഡിയാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, വായിൽ വെളുത്ത പാടുകൾ ഉണ്ടാവും. വായിൽ എന്തുണ്ടാവും, വെളുത്ത പാടുകൾ ഉണ്ടാവും, വൈറ്റ് പാച്ചസ് ഉണ്ടാവും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ സോ സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.